ഹായ് അപ്പൂസ, എന്തൊക്കെ വിശേഷം? അപ്പൂസിന് ചെറിയൊരു പനിയുണ്ട്. അപ്പൂസിന്റെ വിശേഷങ്ങളാണല്ലോ ഇനി. അപ്പോൾ ഇന്നലെ ഡോക്ടർ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എൻ്റെ പിറന്നാളല്ലേ, അത് പിറന്നാൾ അടുപ്പിച്ചല്ലോ എന്തെങ്കിലും അസുഖം ഉണ്ടാവുന്നൊക്കെ പറയണ ശരിയാ. ഇവന് അലർജി ചെയ്യുന്നു, ഇന്നലെ നല്ലോണം അലർജി ചെയ്യുന്നു. ആകെ പെട്ടുന്ന് കരുതി. പിന്നെ അങ്ങനെ ഏകദേശം കണ്ട് മാറി. തുമ്മി ഇപ്പൊ പനിക്കുന്നുണ്ടോ എന്തൊക്കെയാ അസുഖം വരുന്നെന്ന് അറിയാൻ പറ്റണില്ല. നമ്മൾ പുറത്തു വന്ന് നിൽക്കുകയാണ്. അപ്പൂസ് എൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരുതായാലും ഒന്നെ മുൻപന്തിയിൽ കേട്ടോ. പിന്നെ ഒരു പുതിയ ഒരാളും കൂടി ഉണ്ട്. പുതിയതല്ല, ഇൻട്രോല് വരലില്ല. എങ്ങനെയൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വരും, പക്ഷെ വീഡിയോയിലൊന്നും വരില്ല. ഇനിയിപ്പോൾ നാളെ നമുക്ക് എല്ലാവരും ഉണ്ടോ? ചേച്ചിമാരെ കുട്ടികൾ, നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. നാളെയാണ് പരിപാടി. നാളെ എന്താ നമ്മളെ പാസ്സായി എൻ്റെ സെലിബ്രേഷനും ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കൂടി ഒരുമിച്ചാക്കാൻ നമുക്ക് സന്തോഷം അല്ലേ. അപ്പം ഈ പ്രാവശ്യം നമുക്കൊരു മനസ്സ് തുറന്നൊരു ഒരു സമാധാനത്തിന്റെ ദിവസമാണ് നാളെ. സമാധാനം. കാരണം ഒക്കെപ്പാടെ ഇതുവരെ നമുക്കൊരു വർഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ SLC എന്താവും, നമുക്ക് വീഡിയോന്റെ മുന്നിൽ വരാൻ പറ്റുമോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കമന്റിന് പറയും അപ്പൊ അടുത്ത വർഷം SLC അല്ലേ, അല്ലെങ്കിൽ ഈ വർഷം SLC അല്ലേ ചോദിക്കുമ്പോ തന്നെ നമുക്കൊരാളല്ല. തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ മുന്നിൽ വരാൻ പറ്റില്ല, നിർത്തി പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങള് തമ്മിൽ പറയേ തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിലല്ല മാസത്തിൽ തന്നെ ചാനൽ പൂട്ടിപ്പോണ്ടിയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ പറയുന്നു. പിന്നെ ഒരു കാര്യം എല്ലാവരും ചോദിക്കണേ, ഈ മാർക്ക് അത് പറയണില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാൾക്ക് ടെൻഷൻ. നമ്മുടെ കുറെ ആൾക്കാർ വാട്സാപ്പിൽ എന്നോട് പറഞ്ഞു, ടീച്ചർമാരട്ടോ എല്ലാവരും വന്ന് പറഞ്ഞു മാർക്ക് പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ. അത് പിന്നെ ഓനൊരു മാനസികമായിട്ടൊരു ടെൻഷൻ വരും. എല്ലാവരും ഒരേപോലെ പിന്നെ കമന്റ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് കേൾക്കാം. ചില ആൾക്കാരുണ്ട്, എല്ലാവരും നല്ല ആൾക്കാരാണ്. 10 ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ കമന്റ് അപ്പോൾ ബേഡായിട്ട് നല്ല ബേഡായിട്ട് വരുന്നുണ്ട്. കുറെ ബേഡ് ഉണ്ട്, പക്ഷെ നമ്മളത് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ആ ബേഡ് എടുത്തുകൊണ്ടൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ വിടാൻ താല്പര്യമല്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഓനെ സംബന്ധിച്ച് ഓനത് കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഒരു 10 ആൾക്കാർ 5 ആൾക്കാരെ ബേഡ് കമന്റ് ഇടുന്നുണ്ട്, പക്ഷെ നല്ലത് അതിനേക്കാട്ടിലും ആൾക്കാർ ഇടുന്നുണ്ട്. പിന്നെ ബേഡ് കമന്റിന്റെ ബാക്കൂടെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 10 ആൾക്കാരല്ല, അതിനുള്ള മറുപടി നമ്മളെ വീഡിയോയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഓൻ ജയിച്ചല്ലോ, ഓൻ അത്യാവശ്യമുള്ള മാർക്കും പ്രതീക്ഷിക്കാത്തതിന്റെ അപ്പുറം മാർക്കും കിട്ടി. ഇനിയിപ്പൊ അതുപോലെ എങ്ങനെ അഡ്മിഷൻ കിട്ടി, +1 കയറട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേ. ഫോണും കിട്ടിയിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ പറയും. ആർക്കെങ്കിലും ചാറ്റ് ചെയ്യാനുണ്ടോ? ഓന്റെ ഫ്രണ്ട് നമ്പറൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഓനൊരു ചാറ്റിംഗ് ഉണ്ട്, എവിടെയാണ് കൊടുക്കേണ്ട അഡ്മിഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒപ്പം പഠിച്ചവരൊപ്പം തന്നെ ആകുമ്പോൾ ഒരു സന്തോഷമല്ല. എന്റെ പുതിയ കുട്ടികളായിട്ട് പിന്നെ ഇതായിട്ട് വേണ്ടേ. അമ്മേന്റെ വിശേഷം പറഞ്ഞേ. ഇപ്പൊ 2 ദിവസമായിട്ടല്ലോ അപ്പുവിന്റെ പിന്നാലെയാണ്. പിന്നെ അമ്മയ്ക്ക് എന്താ വെച്ചാല് സുഖമായി വരുന്നുള്ളൂ, റെഡി ആയിട്ടില്ല. ഡോക്ടറെ അടുത്ത് കൊണ്ടുകൊണ്ട് ചെക്കപ്പ് കാര്യമൊക്കെ കഴിയുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് വേദനയുണ്ട്, നല്ല വേദനയാണ്. അതാണ് ഒരു ഉഷാറില്ലാത്തത്. നാളെ ഏകദേശം ഓക്കെ ആവട്ടോ. നാളെ എല്ലാരും ഉണ്ടാവുമ്പോ കൂട്ടത്തിന്റെ ദിവസത്തിൽ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്നലെ പോയ വീടിന്റെ ഹോം ടൂർ ഒക്കെ ചെയ്യാം. കാരണം എത്ര കോടീന്റെ മുകളിലല്ലേ വീടിന്. ചെറുമകനല്ലേ ആ വീടിന് കോടീന്റെ മുകളിൽ. അപ്പൊ ആ വീടും കാണിച്ചു തരാണ്ട് അമ്മേന്റെ ഇന്നലെ പറഞ്ഞല്ലേ, ആ വീടും കാണിച്ചപ്പോൾ രണ്ട് നമ്മൾ ചെന്നിട്ട് ഹോം ടൂർ ചെയ്യാണ്ട് അമ്മയ്ക്ക് ഒന്ന് സുഖമാവട്ടെ. എന്നിട്ട് അപ്പൊ ഏതായാലും നമ്മളെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാൻ പോവാണ്. അതൊക്കെ കാണാം. ലിസ്റ്റൊക്കെ ഇതിന് സാധനം മേടിക്കാൻ പോകണം, സാധനങ്ങൾ മേടിക്കാൻ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മമ്മയുടെ കുടുംബനാഥനെ അമ്മമ്മണ്ട് റേഷൻ കാർഡിലേ. അപ്പൊ ഇപ്പോഴാണ് ഓന് കാർഡും അതിന്റെ ലിസ്റ്റ്. ഇപ്പൊ ഓളുണ്ടെങ്കിൽ ഓൻ വർത്താനം പറയും, ഉണ്ടെങ്കിൽ വർത്താനം പറയും, അല്ലെങ്കിൽ ഒരു മുണ്ടൂല. ഓളുണ്ടായിട്ടാണ് ഒന്നുകൂടി ഇങ്ങനെ ആക്കിയത്. അത് കാരണം ഞങ്ങൾ എപ്പോ അവിടെ പോയാലും ഓളെങ്ങനെ പിടിച്ചെനിക്ക് ഇങ്ങോട്ട് പോയി വാ പറഞ്ഞിട്ട് പോണേ. കുറച്ച് കണ്ടല്ലേ പോളൂ. അമ്മേനെ കണ്ടാ ചിലപ്പോ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളെ വീഡിയോ പുതിയ ആൾക്കാർ കുറെ കാണുന്നുണ്ട്. അപ്പൊ കാണത്തിലേക്ക് നമ്മളെ ഫാമിലിയൊക്കെ നാളെ പരിചയപ്പെടുത്തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട. ചേച്ചിമാർ ഇന്നലെ എന്തോന്ന് പറഞ്ഞത് ഒരാളെ, അത് വെറുതെ കൊറേ നല്ല കമന്റ് കാണുമ്പോ ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നും മനസ്സില്. ഇവരെല്ലാരും നല്ലത് പറയണ്ടപ്പോ ഒരാളുടെ മോശം പറയണ്ട എഴുതിട്ട് ചേച്ചിമാർക്ക് പൈസ കൊടുക്കാത്ത ഒരു സന്തോഷക്കുറവുമില്ല. നമ്മളെ സന്തോഷം അന്ന് ഇന്നും ഹാപ്പിയാ കേട്ടോ. നമ്മളെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ ഞങ്ങള് തമ്മിലുള്ള അതില് അങ്ങോട്ട് ഒതുങ്ങി പോകും. അല്ലാതെ അതിലൊരു സന്തോഷക്കുറവില്ല. ഓലാണ് ഞങ്ങളെ സന്തോഷം, ഞങ്ങളാണ് ഓരോ സന്തോഷം. അങ്ങനെയാണ്. പിന്നെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ കമന്റ്. അപ്പൊ പോരാ നമുക്ക് വേറെ എന്താ പ്രാർത്ഥന. നമുക്ക് പുറത്തു കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയാൽ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഇവിടത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. പോലെ
എന്തെങ്കിലും പറയാ ആൾക്കാരോട്. ഒരു പാട്ടടി കൊടുത്താ ഒരു പാട്ടടിക്കാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിട്ടെന്ന് പറഞ്ഞോ? ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിട്ടെന്ന് പറഞ്ഞോ? ഇന്നലെ ചേച്ചീന്റെ കുട്ടി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്താ അർജുൻ കെ അല്ലേ? എല്ലാരും ഓനൊന്നും അറിയില്ല. നോക്കിയില്ല. അപ്പൊ എന്നാലേ ഞാൻ ആദ്യം റേഷൻ കാർഡ് ഒന്ന് വാങ്ങിട്ട് വരട്ടോ പോലെ. എന്നാലേ എന്താ വീട് അത് നല്ലൊരു ചോദ്യാണല്ലോ. അത് വീടെടുത്ത അപ്പൊ എപ്പോഴും വരാനും പോവാനും സൗകര്യത്തിന് വേണ്ടിട്ട് എടുത്തുന്ന് കല്യാണം കഴിച്ചു കൊടുത്തതാ. ഒരു ചെലവില്ല, വണ്ടിക്കൂലി കൊടുക്കണ്ട. ബേക്കറി മേലെ തന്നെ ബേക്കറി കട ഉണ്ട്, അവിടുന്ന് വാങ്ങിട്ട് പോയാ മതി. അതാണ്. എത്ര മിനിറ്റ് ഉണ്ട് ചോദിച്ചപ്പോ? ഒരു മിനിറ്റ്. എന്താ ലാഭം അതാ അറിയണ്ടില്ല. അപ്പൊ എല്ലാരും കോളുണ്ട് അപ്പുറത്ത്. ഇതുകൂടെ ചുറ്റോട്ടത്തുള്ള കുളവും തോടും എല്ലാം അറിയാം. സ്കൂളിലേക്ക് പോയ വഴി കൊടുത്ത അമ്മ അപ്പ ഒരു വഴിക്ക് തന്നെ പോവാട്ടോ നമ്മളെ അമ്പലത്തേക്ക്. അത് ഈ വഴിയല്ല, അത് അപ്പൂസിന്റെ ഒക്കെ തലമുറയ്ക്ക് എത്തിയ വഴിയാണ്. ഞങ്ങള് മുന്നേ നമ്മളെ വഴി വേറെയാണ്, കുറച്ച് വേറെ വഴി ഷോർട്ട് ഉണ്ട്. ഇപ്പൊ റോഡാക്കി വെട്ടി റോഡ് ഉണ്ടാക്കി. ഓള് ഇതൊക്കെ കേട്ട് ചിരിച്ചിരിക്കണേ. ഇതൊക്കെ കേക്കണേ. എന്ത് പായസം അപ്പൂസ ഉണ്ടാക്കണേ? അമ്മമ്മ സേമിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സേമിയ പായസം ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തില്. ഞങ്ങള് ചെറുകോട്ടേക്കാ പോണം, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ചെറുകോട്ട് മാവേലി പോയാല് തുറന്നാ മതിയായിരുന്നു. നാളെ ആറ്റുനൂറ്റ് പോയപ്പോ തുറന്നിട്ടില്ലായിരുന്നു, സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമായിരുന്നു അല്ലേ? ഞാൻ ചേച്ചി നമ്പർ ഒന്ന് വാങ്ങിക്കണം. വീഡിയോ നമ്മള് പാടത്തിന്റെയും കഴുങ്ങിന്റെ തോട്ടം, വാഴത്തോട്ടം, പാടം, തെങ്ങ്, അതൊക്കെ ഇടയിൽ കൂടെ ഇടയിലാണ് നമ്മളെ റോഡ്. നമ്മൾ നടന്ന് നടന്ന് പരിചയത്തുമ്പോ പരിചയം കണ്ണു കെട്ടി വിട്ടാലും പോകാൻ പറ്റും. ഇതോ കാർപ്പിക്ക് നല്ല സ്മെല്ലുള്ളത്. നോക്കിയൊരു ഇതിൻ്റെ ഇതെങ്കിലും നോക്കാം മതി. സെറ്റായിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ എടുത്താൽ മതി. ഉപ്പ് വേണം. എന്താ പായസം എന്താ പായസം എന്താണ്? അതെങ്ങനെ മക്രോണിയുടെ പായസം ഉണ്ടാക്കിയ? മക്രോണിയുടെ എങ്ങനെ പായസം ഉണ്ടാക്കുക? മക്രോണിയിൽ പാലൊഴിക്കേ? കൊണ്ടാട്ടങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തരാം. പിന്നെ ഗരം മസാല, എന്താ ഗരം മസാല നോക്കേ. കുരുമുളക് പൊടിയാ. പിന്നെ നെയ്യ് പറഞ്ഞെടുക്ക്. എന്തൊക്കെ എടുക്കണം? എങ്ങനെ ഒരു കിലോനാ? എന്തൊക്കെ എടുക്കണേ? എന്താ വെച്ചാലേ വേറെന്താ? കണക്കെന്താ ഉണ്ട്? കണക്കെന്താ? കൊണ്ടാട്ടം വേണോ? കൊണ്ടാട്ടം മുളക് എന്താണ്? ചിക്കൻ റോളാണ്. ഇഷ്ടമല്ല അപ്പൂസേ? ചിക്കൻ റോള ഇഷ്ടമല്ല? ചിക്കൻ റോള് എണ്ണ ശരി അതൊക്കെ പതി മതിട്ടാ. കൂടിയോ? കൂടിയോ?
രസമുള്ളത് എണ്ണ കണ്ട ഇങ്ങനെ എണ്ണ നല്ലതുണ്ട്. കടല എടാ ഒരു കടല ശരിടാ ശരി സൂപ്പറാ ലെയിം ചിക്കൻ റോൾ ചായ കോഫിയാ അപ്പൂസിന് രസം ഉണ്ടാക്കാം കിച്ചി രസം ഇതൊന്നും സോസ് വെച്ചോ സോസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്ടില് പാർസലുണ്ടല്ലോ കേട്ടോ. ചായനോട് കൂടുതൽ താല്പര്യമില്ല. കേറില്ല ഹോട്ടലൊന്നും കേറില്ല. അധികം വാങ്ങിക്കൊണ്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പൂതി വീട്ടിലുണ്ടാക്കുക. താളിപ്പൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. നമ്മൾ തന്നെ എന്തൊക്കെ അറിയില്ലേ. വേറും പൊക്കാട ഉള്ളിവട ഉണ്ടാക്കുള്ളൂ. എന്താ ചിരിക്കണേ? ചൂട് അറ്റിയിട്ട് പിടിച്ചാൽ മതി. പിടിക്കല്ലേ? വാട്സപ്പിന് ഒഴിവില്ലേ? നമ്മളെ ആൾക്കാരെ വിളിക്കട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നത്. നൈറ്റി വേണോ വേണം പറയണേ. മതിയില്ലേ അപ്പൂസിന്? പാർസലാക്കിയോ? പാർസലാക്കിയോ? തുറന്നെടുത്ത് പാർസലാക്കിയോ? വണ്ടി ബാക്കിൽ നമ്മളെത്തി നമ്മുടെ വീട്ടില്. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ. ഓളുന്നല്ലേ അല്ലെന്താ അതിനകത്ത് പൈസ നോക്കാൻ വേണ്ട കുമാരാകുമ്പോ ലാഭമാണ്. അപ്പൊ കേൾക്കുന്നുണ്ടോ തന്റെ തന്തനും തള്ളേനും പരിപാടി അന്റെ ഒറ്റയ്ക്ക് കഴിക്കണ്ട, കൂട്ടത്തിൽ കൂടി ആക്കാം. ഞാൻ പറയുമ്പോ ഓരോ വിശ്വസിക്കുക. അമ്മയ്ക്കുള്ള പാല മാമയെ കൊണ്ടല്ലേ. ആ മാമ വരില്ല താത്ത. ഇമ്മ കാണിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങാട്ടത് അപ്പൊ പിന്നെ കാണേണ്ട ആവശ്യമില്ല. എന്തിനു അപ്പൊ ചേച്ചിട്ടോ? എടി എന്താ സുഖല്ലാത്ത അപ്പൂസേ? അടുത്ത പരിപാടി എന്താ? നാളെ രാവിലെ അമ്പലത്തേക്ക് പോകണ്ടേ? ആ നാളെ നമുക്ക് ഒരു ഒഴിവില്ല. 2 സ്ഥലത്തേക്ക് പോകണ്ട. രാവിലെ തന്നെ പരിപാടികളാണ് നാളെ. എന്താ പാറുണ്ടായിരിക്കാന്? എന്താ ചോറ് ചെയ്യണേ? എന്താ ചോറ് ചെയ്യണേ പാറു? എന്താ ചോറ് ചെയ്യണേ? അപ്പൊ ഞങ്ങള് സദ്യന്റെ ഒരുക്കം തുടങ്ങി. അപ്പൂസന്നെ മെയിൻ. ഓന്റെ പിറന്നാളിന് ഓൻ തന്നെയാണ് മെയിൻ ആള്. എല്ലാവരും തന്നെ പച്ചക്കറി ഇട്ടോണ്ടന്നെ, കത്തി ഇട്ടോണ്ടന്നെ, പാത്രത്തോണ്ടന്നെ ആയിരിക്കണം. എന്താ അവിയലുണ്ടാക്കണം. ഓളുണ്ട്. ഓള് കുറച്ചിട്ട് തരാന്ന് പറഞ്ഞു. ഓള് പോയ ക്ഷീണത്തിലാ. അപ്പൊ സാമ്പാർ ഉണ്ടാക്കണം, നമുക്ക് അവിയലുണ്ടാക്കണം. മത്തനും മമ്പയറും ഓലനില്ലമ്മ ഇത് വരും. അപ്പൂസിന് ഇഷ്ടമാണ് സാധനം. പിന്നെ മസാലക്കറി ചിലപ്പോ ഉണ്ടാക്കും അല്ലേ. പിന്നെ പായസത്തിന് പോകുമ്പോ തന്നെ സേമിയ വാങ്ങാൻ പറഞ്ഞല്ലേ. പായസത്തിന് എന്തൊക്കെ വേണമെന്ന് എന്താ പുതിയ മറന്ന് സേമിയ വാങ്ങിക്കൂടെ. ആ കുഞ്ഞാണിന്റെ അടുത്ത് വാങ്ങാൻ. പായസത്തിന് പായസത്തിന്റെ മിക്സ് വാങ്ങാല്ലേ അടാ? എന്തോ അത് വാങ്ങാം. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിലെല്ലാം മിക്സിലുണ്ടാവും. പാല് വാങ്ങിയാൽ മതി. പാലട കുഞ്ഞാണിന്റെ ഇവിടെ വാങ്ങാട്ടോ. എന്താണ് ചിരിക്കണൊക്കെ? ആ അപ്പൊ
ഞങ്ങളുടെ കരിഞ്ഞ ഈച്ച ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഈച്ച ശല്യം ഉണ്ടോ? ഞങ്ങൾക്ക് ഈ മാങ്ങയൊക്കെ ഉണ്ടായിട്ടാന്ന് തോന്നുന്നുണ്ട്. മഴ പെയ്തപ്പോ ഇവിടുന്ന് അതൊക്കെ പാടെ പെറ്റ് പെരിക്കുണ്ടായതാവോ. അടുക്കളയിൽ ഇതിലപ്പുറാണ്. എവിടെ അപ്പുറത്തോ? അവിടെ ചാടിയോ തോന്നുന്നു. നോക്കാനേ ഏൽപ്പിച്ച ആളെവിടെ? കുഞ്ഞോളെ ചേച്ചി നോക്കട്ടെ. പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ഉത്സാഹമാണ്. ഓക്കെ ചെറിയ കുട്ടി അവിടെ ആദ്യം കഷ്ണം കഷ്ണാക്കി എടുക്കട്ടോ. അപ്പൊ അതാണ് മൂർച്ചല കത്തി. ഇത് മൂർച്ചല്ല. നമ്മളഞ്ഞ് നല്ല കൊറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. എല്ലാരും കൂടി ഉണ്ടാവുമ്പോ കേട്ടോ. ഞങ്ങളതൊക്കെ അരിഞ്ഞൊക്കെ പാകാക്കി വെക്കട്ടെ. അപ്പൊ എല്ലാവർക്കും അപ്പൂസേ ബായ് പറയും. പിറന്നാളിന് എല്ലാവരും വരാൻ പറയും. അമ്മ അറിയേ? അമ്മമ്മ പറയാ? അമ്മമ്മല്ല അപ്പു അറിയാം. അപ്പു അപ്പൂര് പറഞ്ഞാണ് അപ്പു അറിയും. എല്ലാരും പറയും. എല്ലാരും വരും പറയും. വരണം. അപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട് പിറന്നാളിന്. അപ്പൊ എന്നാല് നാളെ ട്ടാ. അപ്പൊ ബായ്.